ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സൗഖ്യവും ഇന്നത്തെ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനമയച്ച് അവിടുന്ന് നിങ്ങളെ സൗഖ്യമാക്കുന്നു. ഈ രാത്രിയിൽ എല്ലാ രോഗികൾക്കും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആശുപത്രികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, രോഗാവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഡോക്ടേഴ്സ് വൈദ്യ ചികിത്സ കൈവിട്ട രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതൊക്കെ അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എങ്കിലും അതിന് കർത്താവിൽ പ്രതിവിധിയുണ്ട്. നിങ്ങളുടെ രോഗത്തിന് കർത്താവിൽ സൗഖ്യമുണ്ട്. ആരൊക്കെ നിങ്ങൾ സുഖപ്പെടില്ല എന്ന് പറഞ്ഞാലും, ആരൊക്കെ നിങ്ങളുടെ രോഗത്തിന് മരുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ അത് വിശ്വസിക്കരുത്. എന്തെന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ വചനമയച്ച് നിന്നെ സൗഖ്യപ്പെടുത്തും. ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനം നിങ്ങളെ ഓരോരുത്തരെയും സൗഖ്യമാക്കും. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിക്ക് വേണ്ടിയും, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തനം നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങളുടെ എല്ലാ ആവലാതികളെയും, ഹൃദയത്തിൻ്റെ മുറിവും വേദനയും ദുഃഖവും ഈ രാത്രിയിൽ കർത്താവ് സുഖപ്പെടുത്തുന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് ഈ രാത്രിയിൽ പ്രവർത്തിക്കാൻ പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൽ കർത്താവ് ഈ രാത്രിയിൽ സൗഖ്യമയച്ച് നിങ്ങളിൽ വലിയ സൗഖ്യവും ശക്തിയും ആരോഗ്യവും നിങ്ങൾക്ക് വീണ്ടെടുത്ത് നൽകുന്ന രാത്രിയാണ്. അതിനാൽ ഈ രാത്രിയിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ച് മനസ്താപമുള്ള ഹൃദയം ദൈവസന്നിധിയിൽ തുറക്കുക. ഈ രാത്രിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും പ്രാർത്ഥനയും മധ്യസ്ഥവും നമ്മോട് കൂടെയുണ്ടായിരിക്കും. കർത്താവിൻ്റെ എല്ലാ ശിഷ്യന്മാരുടെയും കൂടെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുടെ കൂടെ, കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ കൂടെ, കർത്താവിൻ്റെ വിശുദ്ധരുടെ കൂടെ, ദൈവിക മാലാഖമാരോടുകൂടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകളും വിഷമങ്ങളും എല്ലാവരും അറിയുന്നുണ്ട്. ഇവരോരോരുത്തരും ഈ രാത്രിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ നിന്റെ ശരീരത്തിന് പരിപൂർണ സൗഖ്യം വരാൻ മനസ്തപിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷവോ കോപമോ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കുക. എന്തെന്നാൽ നിന്റെ രോഗപീഠകൾക്ക് കാരണം നിന്റെ ഉള്ളിലുള്ള കോപവും വിദ്വേഷവും വെറുപ്പും ക്ഷമിക്കാനാവാത്ത അവസ്ഥയും കൂടി ആകാം. ഒരുപക്ഷെ അത് പാരമ്പര്യമായി വന്ന രോഗങ്ങളായിരിക്കാം. ഒരുപക്ഷെ പെട്ടെന്ന് മാറിപ്പോകുന്ന രോഗങ്ങളായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ പാപത്തിൻ്റെ ഫലമായിരിക്കാം. ഏത് തന്നെയാണെങ്കിലും ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കാം. കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമേ. സകല പാപമാലിന്യങ്ങളിൽ നിന്നും എൻ്റെ ഹൃദയത്തെ ഈ രാത്രിയിൽ നീ രക്ഷിക്കണമേ. എന്നെ നീ രക്ഷിക്കണമേ. എന്നെ നീ സൗഖ്യപ്പെടുത്തണമേ. ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവിൽ സൗഖ്യമുണ്ട്, എൻ്റെ രോഗം സുഖപ്പെടും. നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. രോഗികളായവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക. രോഗികളായവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയുക, എൻ്റെ രോഗത്തിന് കർത്താവിൽ സൗഖ്യമുണ്ട്, ഞാൻ സുഖം പ്രാപിക്കും. കർത്താവിൻ്റെ വചനം എന്നെ സുഖപ്പെടുത്തും. വിശ്വാസത്തോടെ നിങ്ങൾ ഇത് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ രാത്രിയിൽ എല്ലാ ഭയവും ഭാരവും കർത്താവിനെ ഏൽപ്പിക്കുക. നാളത്തെ ദിവസത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാണ് എന്ന ഉറപ്പോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 107 20 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു.
അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. അവർ കൃതജ്ഞതാ ബലി അർപ്പിക്കട്ടെ. ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവൃത്തികളെ പ്രകീർത്തിക്കട്ടെ. ചിലർ സമുദ്ര വ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ, ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റു വീശി, സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്ക് താണു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. അവർ ഉന്മത്തരെ പോലെ ആടിയുലയുകയും വേച്ച് നടക്കുകയും ചെയ്തു. എന്ത് ചെയ്യണമെന്ന് അവർ അറിഞ്ഞില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ ശമിച്ചു. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്ന് അവരെ എത്തിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെയും പ്രതി നന്ദി പറയട്ടെ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളുടെ കൂടെയിരുന്ന് ഞങ്ങളെ വഴി നടത്തി. വലിയ വിനാശത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. വലിയ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചു. കർത്താവേ, ഇന്ന് ആത്മീയമായും ഭൗതികമായ രക്ഷ ഞങ്ങൾക്ക് കൈവന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആപത്തിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു. സകല ശാപദോഷ ബന്ധനങ്ങളിൽ നിന്ന് ഇന്ന് വളരെ ശക്തമായി തന്നെ നീ ഞങ്ങളെ വിടുവിച്ചു. ഇന്ന് വരെ ഉള്ള ഞങ്ങളുടെ സഹനത്തിന് ഇന്ന് നീ ഒരു അർത്ഥം നൽകി. നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൃപാ കടാക്ഷങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അഭിഷിക്തരായി. പുനരുത്ഥാനത്തിൻ്റെ ശക്തി നീ ഞങ്ങളിലേക്ക് അയച്ചു. പുനരുത്ഥാനത്തിൻ്റെ പരിശുദ്ധാത്മാവും പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും നീ ഞങ്ങളിൽ ആവസിപ്പിച്ചു. അതിനാൽ കർത്താവേ, നിന്റെ ശുശ്രൂഷയ്ക്കായി നീ ഞങ്ങളെ തിരഞ്ഞെടുത്തവരാണ് എന്നറിയാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മകനെയും മകളെയും നിനക്ക് വേണ്ടി നീ തിരഞ്ഞെടുത്ത വ്യക്തികളാണ് എന്ന് ഞങ്ങൾ ഓരോരുത്തരും ഈ രാത്രിയിൽ വിശ്വസിക്കുന്നു. എന്തെന്നാൽ കർത്താവ് തിരഞ്ഞെടുക്കാതെ ആർക്കും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന കേൾക്കാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ സാധിക്കുകയില്ല. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ വ്യൂവറും സബ്സ്ക്രൈബറും. അതിനാൽ തന്നെ ഈ രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്താൻ പോകുന്നു. നീ ആഗ്രഹിച്ച കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. നിന്റെ നിരാശയിൽ കർത്താവ് ഇടപെടുന്നു. നിന്റെ നിരാശ ഈ രാത്രിയിൽ പ്രത്യാശയായി മാറാൻ പോകുന്നു. ഡോക്ടേഴ്സ് നിന്നോട് പറഞ്ഞു, മകനെ മകളെ, ഈ രോഗത്തിന് സൗഖ്യമില്ല, നീ ഒത്തിരി വർഷം ഇങ്ങനെ കിടക്കേണ്ടി വരും. എന്നാൽ കർത്താവ് പറയുന്നു, ഇന്ന് നിനക്ക് രക്ഷയുണ്ട്. നീ വിശ്വസിക്കുന്നുവോ? സുഖപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ ഏറ്റുപറയുക, കർത്താവേ, സുഖപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. ജെറുസലേം നഗര കവാടത്തിനടുത്തുള്ള ബെത്സദ കുളങ്ങരയിൽ 38 വർഷം, നീണ്ട 38 വർഷം ആരും സഹായത്തിനില്ലാതെ എല്ലാവരും ഉപേക്ഷിച്ച രോഗിയായ ഒരു മകനെ കർത്താവ് കണ്ടു. എങ്കിൽ ഇന്ന് നിന്നെയും കർത്താവ് കാണാതിരിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ നിനക്ക് സൗഖ്യമുണ്ട്. അവിടുന്ന് നിന്നോട് ചോദിക്കുന്നു, മകനെ മകളെ, സുഖപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ ഏറ്റുപറയുക, ഉവ്വ് കർത്താവേ, ഞാൻ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടേഴ്സോ വൈദ്യ ചികിത്സാ രംഗമോ ആര് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കില്ല. എൻ്റെ കർത്താവിൽ എനിക്ക് സൗഖ്യമുണ്ട്. നിങ്ങൾക്ക് ഈ രാത്രിയിൽ സൗഖ്യമുണ്ട്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന രാത്രിയാണ്. അനേക രോഗികളുടെ മേൽ കർത്താവ് അവിടുത്തെ വചനത്തിൻ്റെ അഗ്നി അയച്ച് ഈ രാത്രിയിൽ സുഖപ്പെടുത്തുന്നു. ആശുപത്രികളിൽ കഴിയുന്ന
റോയ് എന്ന ഒരു മകനെ കർത്താവ് തൊടുന്നു. വിനീഷ് എന്ന് പറഞ്ഞ ഒരു മകനെ കർത്താവ് തൊടുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബിൻഡോ എന്ന് പറഞ്ഞ ഒരു മകനെ കർത്താവ് തൊടുന്നു. അസ്ഥി പൊട്ടി ഇനി എണീക്കാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി കിടക്കുന്ന ഒരു മകനെ, മരത്തിൽ നിന്ന് വീണ് അവൻ ഇനി എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുകയില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതി. എന്നാൽ കർത്താവ് ഇന്ന് രാത്രിയിൽ പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക, നീ സൗഖ്യമായിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ നിന്റെ ശരീരത്തെ തൊടുന്നുണ്ട്. നീ സൗഖ്യമുള്ളവനാകുക. യേശുവിൻ്റെ കരം നിന്നെ സൗഖ്യപ്പെടുത്തുന്നു. നീ വിശ്വസിക്കുക. ഈ രാത്രിയിൽ വയറ്റിനകത്തിൽ ഒരു വലിയ മുഴയുള്ള, ഒത്തിരി വേദനയുള്ള ഒരു സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ആ മകളെ സകല അപകടങ്ങളിൽ നിന്നും കർത്താവ് രക്ഷിക്കുന്നു. 3 കുട്ടികളുള്ള ഭർത്താവ് മരിച്ചുപോയ ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്വാസതടസ്സം കാരണം ആശുപത്രിയിൽ അഡ്മിറ്റായ ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മകളുടെ ശ്വാസത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു. ഈ രാത്രിയിൽ നീ ക്ഷമിക്കാനുള്ളവരോടെല്ലാം ക്ഷമിക്കുക. നിന്റെ ഭർത്താവിനോട് നീ ക്ഷമിക്കുക. നിന്റെ കുടുംബാംഗങ്ങളോട് ക്ഷമിക്കുക. അപ്പനോടും അമ്മയോടും നീ ക്ഷമിക്കുക. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിന്നെ ദ്രോഹിച്ചവരോട്, നിന്നെ ചതിച്ചവരോട്, നിന്നെ വഞ്ചിച്ചവരോട്, നിന്റെ നന്മകളെ തട്ടിയെടുത്തവരോട്, നിനക്ക് അർഹതപ്പെട്ട അവകാശങ്ങളെ നൽകാതിരുന്നവരോട് എല്ലാവരോടും ഈ രാത്രിയിൽ നീ ക്ഷമിക്കുക. നിനക്ക് അർഹമായ ബഹുമാനം നൽകാഞ്ഞവരോട് നീ ഈ രാത്രിയിൽ ക്ഷമിക്കുക. വേല ചെയ്തിട്ട് കൂലി തരാത്ത അധികാരികളോട് നീ ഈ രാത്രിയിൽ ക്ഷമിക്കുക. ഇന്ന് രാത്രിയിൽ ഹൃദയത്തിൽ പരിപൂർണമായ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. എല്ലാവരോടും ക്ഷമിക്കുക. ആരെങ്കിലും നമ്മെ വഴിതെറ്റിക്കുന്ന അധികാരികളുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുക. ക്രിസ്തുവിൻ്റെ പാതയിൽ നിന്ന് നിന്നെ അകറ്റുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ട് എങ്കിൽ അവരുടെ വചന പ്രഘോഷണത്തിലൂടെയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ യേശു ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് നിന്നെ അകറ്റുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഈ രാത്രിയിൽ നീ അവരോട് ക്ഷമിക്കുക. അറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തു പോകുന്ന പാപങ്ങൾക്ക് വേണ്ടി നീ അവർക്ക് മാപ്പ് കൊടുക്കുക. ഈ രാത്രിയിൽ നിന്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ നിന്റെ കുടുംബാംഗങ്ങളോട് ക്ഷമിക്കുക. നിന്റെ അപ്പനോടും അമ്മയോടും ജീവിത പങ്കാളിയോടും മക്കളോടും സഹോദരി സഹോദരങ്ങളോട് ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കുക. ഈശോ പറഞ്ഞു, മകനെ മകളെ, നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നീയും മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുക. നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കുന്നത് പോലെ നീയും മറ്റുള്ളവരോട് ക്ഷമിക്കുക. നീ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്റെ പാപങ്ങളും ക്ഷമിക്കുകയില്ല. സഹോദരി സഹോദരങ്ങളെ, കർത്താവ് പാപം ക്ഷമിച്ചില്ല എങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണ് എന്ന് വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ഈ രാത്രിയിൽ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീയും പരസ്പരം സ്നേഹിക്കുക. ഇന്ന് പൂർണ്ണമായി ക്ഷമിക്കുക എന്നുള്ള അവസരമാണ്. എല്ലാവരോടും ക്ഷമിക്കുക. ഇത് കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ ക്ഷമിക്കുക. എല്ലാവരോടും ഹൃദയം തുറന്ന് ക്ഷമിക്കുക. ഇന്ന് രാത്രിയിൽ ഞാനോ നിങ്ങളോ മരിച്ചുപോയി എങ്കിൽ ആരും ക്ഷമിക്കാതെ കടന്നു പോകരുത്. ഈ രാത്രിയിൽ ഹൃദയത്തിൽ വെറുപ്പ് കൊണ്ട് ആരും കടന്നു പോകരുത്. നിങ്ങളെ ഏറ്റവും ദ്രോഹിച്ച വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുക. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി, നിങ്ങളെ പീഡിപ്പിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഈ രാത്രിയിൽ നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അവരെ സുഖപ്പെടുത്തണമേ, അവരോട് കരുണയായിരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും ഈ രാത്രിയിൽ നിനക്ക് അത്ഭുത സൗഖ്യമുണ്ട്. ഈ രാത്രിയിൽ എല്ലാ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ലിവർ സൊറാസിസ് കാരണം വേദനിക്കുന്ന ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചർമ്മരോഗിയായ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മുഖത്തും ശരീരത്തും വെള്ളപ്പാണ്ടുള്ള ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ് കൈവിട്ട എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അൾസർ രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദര സംബന്ധമായ എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡയബറ്റിക്സും പ്രഷറും കൂടി ഒരു മരുന്നും ഏൽക്കാത്ത അവസ്ഥയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ പഴുപ്പ് വർദ്ധിച്ചിട്ട്
കാല് മുറിച്ചു കളയാനുള്ള ഏർപ്പാടാക്കിയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ ശരീരത്തിൽ നിന്ന് എല്ലാം പഴുപ്പും നീരും എടുത്തു മാറ്റും. നിന്റെ ശരീരം യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ സന്നദ്ധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവിനെ തൊട്ടവരെല്ലാം സൗഖ്യമായി, കർത്താവ് തൊട്ടവരും സൗഖ്യമായി. ഇന്ന് രാത്രിയിൽ അവിടുത്തെ സ്പർശനം നിനക്കുണ്ടാകും. നീ സൗഖ്യമുള്ളവനാകും, നീ സൗഖ്യമുള്ളവളാകും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ രാത്രിയിൽ കർത്താവ് ചെയ്യുന്നു. കിഡ്നി രോഗികൾ സൗഖ്യപ്പെടുന്നു, ഹൃദ്രോഗികൾ സൗഖ്യപ്പെടുന്നു, ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, ഉദര സംബന്ധമായ എല്ലാ രോഗങ്ങളും വിട്ടുപോകുന്നു, ഗ്യാസ് ട്രബിൾ സംബന്ധിച്ച എല്ലാ രോഗങ്ങളും വിട്ടുപോകുന്നു. കൈകാലുകൾക്ക് വേദനയും നീരും വെച്ച് നടക്കാൻ പോലും പറ്റാത്ത രോഗികളെ കർത്താവ് ഇപ്പോൾ തൊടുന്നു. കർത്താവ് നിന്റെ നടുവിന് വേദന എടുത്തു മാറ്റുന്നു. നിന്റെ സ്പൈനൽ കോഡിന് കർത്താവ് ശക്തി തരുന്നു. നിന്റെ എല്ലുകൾക്ക് കർത്താവ് ബലം തരുന്നു. ഈ രാത്രിയിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയത്തിൻ്റെ എല്ലാ ബ്ലോക്കുകളും കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്റെ ഹൃദയത്തിൻ്റെ വാൽവുകളിലുള്ള ബ്ലോക്ക് ഈശോ എടുത്തു മാറ്റുന്നു. വിശ്വസിക്കുക, കർത്താവിൻ്റെ അഗ്നി നിന്നെ തൊടുന്നു. ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനം നിന്നെ തൊടുന്നു. കർത്താവ് തൻ്റെ വചനം അയച്ച് നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നാളത്തെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നാളെ പരീക്ഷയുള്ള മക്കൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക്, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരു മകനെ, 43 വയസ്സുള്ള ഈ മകനെ നീ ഇപ്പോൾ തൊടണമേ. വിവാഹം എന്നത് ഏറ്റവും വലിയ ഒരു ദൈവിക പദ്ധതിയാണ്. ഏറ്റവും ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം വിവാഹ ജീവിതമാണ്, കുടുംബ ജീവിതമാണ്. അതിനപ്പുറമായി മറ്റൊന്നുമില്ല. അതിനാൽ കർത്താവ് തിരഞ്ഞെടുത്ത് അനുഗ്രഹിച്ചവർക്ക് മാത്രമേ ഒരു കുടുംബത്തെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ അനുഗ്രഹം കൂടാതെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ ജീവിത പങ്കാളിയെ നിന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നു. ഈ രാത്രിയിൽ നിന്റെ ജീവിത പങ്കാളി നിന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും രാത്രിയാണിത്. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുക. കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിനക്ക് സൗഖ്യം കർത്താവ് തന്നു കഴിഞ്ഞു. ഈ രാത്രിയിൽ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. കർത്താവ് നൽകിയ പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവാണ് നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നിന്നെ ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിയത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഹൃദയം കർത്താവിനു വേണ്ടി തുറന്ന് എല്ലാവരും ഹൃദയത്തിൽ കർത്താവിനെ കാണുക. നിന്റെ ജീവനാണ് കർത്താവ്. നിന്റെ ഉള്ളിൽ സ്പന്ദിക്കുന്ന ജീവനാണ് ദൈവം. ആ ജീവൻ നീ ഓർക്കുക, ധ്യാനിക്കുക. ആ ജീവനാണ് കർത്താവായ യേശു. അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. അവിടുന്ന് നൽകിയ പരിശുദ്ധാത്മാവിനെ നീ സ്തുതിച്ച് ആരാധിക്കുക. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കുക. കർത്താവിനെ ഹൃദയം തുറന്ന് ഉറക്കെ സ്തുതിക്കുക. അവിടുന്ന് വൻ കാര്യങ്ങൾ നിന്നിൽ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുന്നു. നിന്റെ ഹൃദയത്തിൽ നിന്നൊരു വലിയ ഭാരം കർത്താവ് എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ ഭയം വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ
ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ അന്ധവിശ്വാസങ്ങളും എടുത്തു മാറ്റാൻ കർത്താവ് നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. സകല അന്ധവിശ്വാസങ്ങളും എടുത്തു മാറ്റുക. നിങ്ങൾ അന്ധവിശ്വാസത്തിൽ കഴിയരുത്. ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങൾ മാറ്റുക. ഇന്ന് രാത്രിയിൽ തന്നെ നീ അത്ഭുതം കണ്ടിരിക്കും. നീ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും നീ പല വ്യക്തികളുടെ അടുത്ത്, പല പൂജാരികളുടെ അടുത്ത്, പല കൈനോട്ടക്കാരുടെ അടുത്ത്, പല മന്ത്രവാദികളുടെ അടുത്ത്, കൂടോത്രക്കാരുടെ അടുത്ത് നീ ചെന്ന് സഹായം ചോദിക്കുന്നു. എന്നിട്ട് നീ പ്രാർത്ഥിക്കാനും വരുന്നു. രണ്ട് വള്ളത്തിൽ യാത്ര ചെയ്യരുത്. കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു, മകനെ, മകളെ, നിന്റെ വഴി നീ തിരുത്തുക. നീ കർത്താവിനെ അനുഗമിക്കുക. നീ കർത്താവിൽ മാത്രം വിശ്വസിക്കുക. അവിടുത്തെ മാത്രം അനുസരിക്കുക. നീ കർത്താവിൻ്റെ വഴി മാത്രം നടക്കുക. അപ്പോൾ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിന്റെ ജീവിതത്തിൽ സൗഖ്യമുണ്ടാകും. അപ്പോൾ നിന്റെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു തരും. പുതിയ അനുഗ്രഹങ്ങൾ കർത്താവ് വർഷിക്കും. അതിനാൽ ഇന്ന് തന്നെ നിന്റെ അന്ധവിശ്വാസത്തിൽ നിന്ന് നീ പുറത്തു വരിക. കർത്താവിനോട് മാപ്പ് പറഞ്ഞ് നീ പ്രാർത്ഥിക്കുക. കർത്താവെ, നിന്നെ വിട്ട് ഞാൻ പല വ്യക്തികളുടെ അടുത്ത് കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ പോയി. അതിന് ഞാൻ ഈ രാത്രിയിൽ മാപ്പ് പറയുന്നു. നീ മാപ്പ് ചോദിക്കുക. കർത്താവ് നിനക്ക് മാപ്പ് തരും. ഇനിമേലിൽ കർത്താവിനെ വിട്ട് നീ എങ്ങും പോകരുത്. കർത്താവല്ലാതെ നിന്നെ ആർക്കും സഹായിക്കാൻ സാധിക്കുകയില്ല. ഒരു മന്ത്രവാദിക്കും, ഒരു കൂടോത്രക്കാരനും, ഒരാഭിചാര പ്രവർത്തകനും, ഒരു കൈനോട്ടക്കാരനും നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. നിന്റെ മുഖസ്തുതി പറയുന്നവനോട് നീ അകറ്റി നിർത്തുക. നിന്റെ കർത്താവായ യേശുവിനു മാത്രമേ നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഏകരക്ഷകനായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. നീ അവനിൽ വിശ്വസിക്കുക. ഈ രാത്രിയിൽ കർത്താവായ യേശുക്രിസ്തുവിൽ നീ പൂർണ്ണമായി വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിനാൽ ഈ രാത്രിയിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കുക. കർത്താവെ, അന്ധവിശ്വാസത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നിന്നെ വിട്ട് ഓടിപ്പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു, മനസ്തപിക്കുന്നു. എന്തെന്നാൽ ഇത് 1-ാം കൽപ്പനയ്ക്ക് എതിരാണ്. നീ ചെയ്തത് 1-ാം കൽപ്പനയ്ക്ക് എതിരാണ്. ഈ രാത്രിയിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കുക. കർത്താവെ, എനിക്ക് മാപ്പ് തരണമേ. എൻ്റെ അറിവില്ലായ്മയിലാണ് ഞാൻ മറ്റുള്ളവരുടെ സഹായത്തിന് ഓടിപ്പോയത്. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ മനസ്സിലാക്കുന്നു, നിനക്കല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എൻ്റെ അനുഗ്രഹത്തിന് തടസ്സങ്ങൾ മാറ്റാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നെ ഒരു പുതിയ വ്യക്തിയാക്കാൻ, എൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഏറ്റുപറഞ്ഞ് കർത്താവിനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ നിനക്ക് സൗഖ്യമുണ്ട്. നാളത്തെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന് സമർപ്പിക്കുക. എല്ലാം കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു. അവിടുന്ന് നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ സുഖപ്പെടുത്തും, നിന്റെ പാപങ്ങൾ ക്ഷമിക്കും. നാളത്തെ ദിവസം വലിയ കാര്യങ്ങൾ കർത്താവ് നിന്നിൽ നടത്തും. നീ വലിയ അത്ഭുതങ്ങൾ നാളത്തെ ദിവസം നീ കണ്ടിരിക്കും. വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നീ മൗനമായി ധ്യാനിക്കുക. സാധിക്കുന്നവർ പരിശുദ്ധാത്മാവെ സ്തുതി, സ്തോത്രം, ആരാധന ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ കണ്ണുകളെ അടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായും ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങളിൽ ഇനിയും ഉണ്ടാകും. ഇനിയും വലിയ രോഗസൗഖ്യമുണ്ടാകും. ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുക. അവിടുന്ന് നിന്നിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. നീ വിശ്വസിക്കുക. ഈ രാത്രിയിൽ നീ സൗഖ്യമുള്ളവനാകും, സൗഖ്യമുള്ളവളാകും. ഈ രാത്രിയിൽ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് നീ ഉറങ്ങാൻ കിടക്കുക. നാളത്തെ ദിവസം നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ നന്മകൾ, അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സംരക്ഷണം അവരോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.